അയ്യ വണക്കം. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഷോയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പോവില്ല എന്നെ പറഞ്ഞു വിടരുത് പറ എന്നാണ് മമതാ ബാനർജി ബംഗാളിൽ കിടന്ന് മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമതാ ബാനർജി പറയുന്നത് ഞാനാണ് ജയിച്ചത്, ഞാൻ രാജിവെക്കില്ല, എനിക്ക് രാജിവെക്കേണ്ട ആവശ്യമില്ല, ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് 2 റൗണ്ട് പോരാടാനുള്ളതാണ് എന്നാണ് മമതാ ബാനർജി നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബംഗാളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊന്ന് പറഞ്ഞു തരാം. ബംഗാളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഗവർണറും പിന്നെ ഈ BJP നേതാക്കളും എന്തിനു പറയുന്നു, TMC നേതാക്കൾ പോലും മമതാ ബാനർജിയോട് പറയുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങണം, കാരണം തോറ്റു നമ്മൾ ഇറങ്ങിക്കൊടുക്കണമെന്ന് മമതാ ബാനർജിയോട് പറയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിട്ടും മമതാ ബാനർജി ഇറങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ TMC നേതാക്കൾ കഴിഞ്ഞാൽ മമതാ ബാനർജിയോട് നമ്മൾ ഒളിമ്പ്യൻ അന്തോണി യാദത്തിൽ ജഗതി വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ മുണ്ടൂജി തലേ കെട്ടുമല്ലോ, അതുപോലെ അണ്ണി കിളവി മുതുമുതുക്കി ഇറങ്ങും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയല്ല, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സുഡാപ്പികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവർക്കങ്ങ് വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഇപ്പോൾ നമ്മളെയൊക്കെ ഇപ്പോൾ ചുട്ട് തിന്നാൻ പോകുന്നു, നമ്മളെയൊക്കെ പിടിച്ച് തിന്നും എന്നൊക്കെയാണ് അവന്മാർ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബംഗാൾ ജയിച്ചതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഗ്രാവിറ്റി അത് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല. കാരണം ഹിന്ദുക്കളെയൊക്കെ തല വെട്ടി ഉരുട്ടുകയായിരുന്നു അവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു കാര്യമാണ്. എന്തായിരുന്നാലും തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറയാം, നല്ല രസമാണ്. അതായത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മമതാ ബാനർജി അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്നു. പക്ഷേ മമതയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു രീതി വരുന്നു. ബംഗാളിൽ ജയിച്ചതിന് ശേഷം ആദ്യമായിട്ട് BJP പ്രവർത്തകരും അവിടെയുള്ള ഹൈന്ദവ സംഘടനകളും എന്താണ് ചെയ്തതെന്നറിയാമോ? നിങ്ങളിത് മനസ്സിൽ സങ്കല്പിക്കണം. കാരണം കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ബംഗാളിൽ അവിടെ ഹിന്ദുക്കൾ പലായനം ചെയ്യുന്നു. ഹിന്ദുക്കൾ അവിടെ എന്താകുന്നു, അവർ കൊല ചെയ്യപ്പെടുന്നു. ഹിന്ദു സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു. ഇൻഫിൽട്രേറ്റ് ആയിട്ടുള്ള അവിടെ അപ്പുറത്തുള്ള മതമൗലികവാദികളായിട്ടുള്ള കയറ്റക്കാർ ഇവന്മാരെ മമതാ ബാനർജി പിടിച്ചുകൊണ്ടുവന്ന് മമതാ ബാനർജി ചെലവും കൊടുത്ത് വോട്ട് ബാങ്കാക്കി മാറ്റി. എന്നിട്ട് ഹിന്ദു സ്ത്രീകളെ അവിടെ റേപ്പ് ചെയ്യപ്പെടുന്നു. ഒരു സ്ത്രീയോട് ബൈറ്റ് വെച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾക്ക് മമതാ ബാനർജി എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഒന്നും തരുമെന്ന് പറഞ്ഞില്ല, പക്ഷേ ഞാൻ റേപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടും. ഗതികേടാണ് ആ സ്ത്രീയുടെ. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ സങ്കല്പിക്കുക, കല്ലാരും കണ്ണുകളടയ്ക്കുക, മനസ്സിൽ സങ്കല്പിക്കുക. ബംഗാളിൽ BJP ജയിക്കുന്നു. ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? ആദ്യമായിട്ട് ബംഗാളിൽ BJP നേരെ അസൻസോളിലുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. എവിടെയാണ്? ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ അസൻസോളിലുള്ള ദുർഗാദേവി ക്ഷേത്രം 15 വർഷമായി മമതാ ബാനർജി അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കാതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യം അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇല്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അവിടെ കലാപമുണ്ടാവും ഈ ക്ഷേത്രം തുറന്നാൽ എന്നാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, പൂജാരിയില്ല, പരികർമ്മിയില്ല, ആരുമില്ല. ആ ക്ഷേത്രം ഹൈന്ദവ സംഘടനകൾ തുറക്കുന്നു. ദുർഗാദേവി ആരാധിക്കുകയാണ്. എങ്ങും ദുർഗാ മന്ത്രങ്ങൾ ഉയരുന്നു, ശാമ്പ്രാണിത്തിരിയുടെ മണമുയരുന്നു. എന്നും വലിയ രീതിയിലുള്ള ചൂടം കൊണ്ടുള്ള ആരതി അവിടെ ദുർഗാദേവിക്ക് അർപ്പിക്കുന്നു. ഓരോ മനുഷ്യർ വന്ന് മനസ്സ് നിറഞ്ഞ് ആരാധിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തുടങ്ങുകയാണ് ബംഗാളിൽ BJPയുടെ ഭരണം. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അസൻസോളിലെ ആ ക്ഷേത്രം തുറന്നതിന് ശേഷം അടഞ്ഞുകിടക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഹിന്ദു സംഘടനകൾ കുതിച്ചു പായുകയാണ്. ആ ക്ഷേത്രം തുറക്കാനായി പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായത്? ബംഗാളിലെ DCP മമതാ ബാനർജിയുടെ ഗുണ്ടകൾ, TMCയിലെ മമതാ ബാനർജിയുടെ ഗുണ്ടകൾ, അത് പോലീസിലുമുണ്ട്. അപ്പോൾ നമ്മളെ പിണറായി വിജയൻ്റെ കൂട്ടേക്കല്ലേ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുത്തമുണ്ടല്ലോ, അവ ഇങ്ങനെ കോൺഗ്രസ്സുകാർ എടുത്തിട്ട് അടിക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. എവനെ പിടിക്കണം VD സതീശൻ സാറേ എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അയാൾക്ക് വധഭീഷണിയൊക്കെ വരുന്നുണ്ട്. സമാനമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ ബംഗാൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വീര്യം കൂടും. അവിടെയുള്ള DCP, ആ DCPയെ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഭൂമി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് DGP ശാന്തനു സിൻഹ ബിശ്വാസിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. ഇയാൾ ഒളിവിൽ പോയി, പക്ഷേ ഇയാൾക്ക് ഇന്ത്യ വിടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. BJP അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി അടുത്ത വാർത്ത, ജഹാംഗീർ ഖാനെ അറിയാമോ? സന്ദേശ് ഖാലിയിൽ സ്ത്രീകളെ പച്ചയ്ക്ക് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ സന്ദേശ് ഖാലി കൂട്ടബലാത്സംഗ കേസിലെ പ്രധാനപ്പെട്ട വീരൻ ജഹാംഗീർ ഖാൻ്റെ ഫാൽറ്റയിലെ വീട് BJP പ്രവർത്തകരെ കാവിക്കൊടി കൊണ്ടുവന്ന് മൊത്തത്തിൽ സാഫ്രണൈസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ആ വീട് വാൻഡലൈസ് ചെയ്ത് കളഞ്ഞു.
പൊടിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. സാധാരണ JCB ഒക്കെ കൊണ്ടുവന്നാണ് പൊളിക്കുന്നത് വീട്, പക്ഷേ ഇത്തവണ JCB ഒന്നും കൊണ്ടുവരാനുള്ള സമയം, അതായത് അവരിങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. ഈ ജഹാംഗീർ ഖാൻ എന്ന് പറഞ്ഞാൽ TMCയുടെ ഒരു സ്ഥലത്തെ അധ്യക്ഷനാണ്, കുപ്രസിദ്ധ ഗുണ്ടയാണ്, പോരാത്തതിന് ഇവൻ സന്ദേശ് ഖാലി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സുപ്രധാന പ്രതിയാണ്. ഇവനെതിരെ ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം മമതാ ബാനർജിയുടെ ആളാണ്. RG കാർ ആശുപത്രിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ വനിതയായിട്ടുള്ള ആ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത TMC ഗുണ്ടകളാണ്. മമതാ ബാനർജി ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പക്ഷേ പ്രതിഷേധം കൈവിട്ടു പോയപ്പോഴാണ് മമതാ ബാനർജി അവസാനം ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. അങ്ങനെ സകല സ്ഥലത്തും ഇവൻ്റെ തേരോട്ടമായിരുന്നു അവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ഇവൻ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് പുഷ്പ എന്നായിരുന്നു. പുഷ്പ എന്ന് സ്വയം അവകാശപ്പെടുന്ന കുപ്രസിദ്ധ TMC നേതാവ് ജഹാംഗീർ ഖാൻ്റെ ഫാൽറ്റയിലെ ഓഫീസും വീടും അജ്ഞാതർ നശിപ്പിക്കുകയും കാവ്യവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട് ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ വിഷ്വൽസ് ഉള്ള സാധനങ്ങളാണ്. എനിക്കിതൊക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ യൂട്യൂബ് സമ്മതിക്കുന്നില്ല. വയലൻസ് ആണ്, കോപ്പിറൈറ്റ് അടിച്ചു തരും എന്നൊക്കെ പറഞ്ഞുള്ള രണ്ടാം തരം പിടിച്ച സെറ്റപ്പാണ് ഉമാർക്കുള്ളത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി കൂടെ നമുക്ക് പറഞ്ഞ് രസിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നവോദ ബ്ലോക്ക് തൃണമൂൽ അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനിടെ കലാപം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ച് ഹബീബ് എന്നറിയപ്പെടുന്ന ഷാജി സുമാൻ ഷെയ്ഖിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇനി അതുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എന്താണെന്നല്ലേ, നമ്മുടെ കേരളത്തിൽ ഭയങ്കര മതസൗഹാർദ്ദമാണല്ലോ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മതസൗഹാർദ്ദമേ ഇല്ല. മുസ്ലിംസിനെ കണ്ട അവർ കൊന്നു തിന്നും എന്നാണ് ഇവിടെയുള്ള കേരളത്തിലെ വേട്ടാവളിയന്മാർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ബംഗാളിൽ നിന്നുള്ളൊരു ദൃശ്യം കാണിച്ചു തരാം. BJP പ്രവർത്തകർ എന്ത് ചെയ്യുന്നു? ആഘോഷിക്കുന്നു. BJP പ്രവർത്തകർ മതിമറന്ന് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുസ്ലിം ഫ്യൂണറൽ കടന്നു വരുന്നു. അവർ ആഘോഷം നിർത്തുന്നു. ആ ഫ്യൂണറലിന് കടന്നു പോകാനുള്ള സൗകര്യം അവർ ഒരുക്കുകയാണ്. ഈ വിഷ്വൽ ഒന്ന് കണ്ടാലും এটাই হচ্ছে বিজেপির সাম্রাজ্য, কারণ কখনো অসুবিধা হবে না। देखलो यही हम लोग का, किसी को कोई प्रॉब्लम हो गया भाई, रुको भाई, रुक जाओ, इसको जाने दो, लोग को जाने दो भाई, जाओ भाई, आप लोग जाओ, किसी को कोई प्रॉब्लम नहीं, आप जाने दो, लोग को पहले जाने दो. അടുത്ത സംഭവിക്കുന്നതെന്ന് പറഞ്ഞാലാണ് സംഭവം എന്ന് പറയുന്നത്. അതായത് ബംഗാളിൽ അടുത്ത സംഭവിക്കുന്ന, അമിത്ഷാ പട്ടാളത്തെ ഇറക്കിയത് കൊണ്ട് ഇവന്മാരൊക്കെ രക്ഷപ്പെട്ടു. അമിത്ഷാ ഇറക്കിയ പട്ടാളം, അതായത് ഇലക്ഷന് മുമ്പ് അവിടെയുള്ള TMC ഗുണ്ടകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇലക്ഷന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. ഇലക്ഷന് ശേഷം അവിടെയുള്ള പൊതുജനങ്ങൾ, അതായത് പൊതുജനങ്ങൾ രംഗത്തെത്തുകയാണ്. പൊതുജനങ്ങൾ രംഗത്തെത്തുന്നു. നിങ്ങൾ ഈ സിരിത്തൈ സിനിമ കണ്ടിട്ടില്ലേ? ശിവയുടെ സിരിത്തൈ സിനിമ, നമ്മുടെ കാർത്തിയൊക്കെ ഉള്ളൊരു സിനിമയാണ്. കാർത്തി ഒരു ബാബുജിയുടെ അടുത്തൊക്കെ പോയിട്ട് അയാളൊരു ഭയങ്കര, നമ്മളെ ലല്ലു പ്രസാദ് യാദവിൻ്റെ കഥയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് സ്ത്രീകൾ അവസാനം ഈ ഒരു പോലീസുകാരൻ വരുമ്പോൾ ഈ പോലീസുകാരൻ്റെ ധൈര്യത്തിൽ അവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ധൈര്യത്തിൽ അവസാനം അവൻ്റെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് നൃത്തം ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ അവിടെയുള്ള സ്ത്രീകൾ ഇറങ്ങി TMC ഗുണ്ടകളെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് ഡാൻസ് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ TMC ഗുണ്ടകളെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോ ആൻഡ് ഓർഡർ അത് നമുക്ക് പരിപാലിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇമാജിൻ ഹൗ സ്വിഫ്റ്റ്ലി ദ ടൈഡ് ടേൺസ് in just a matter of days. The center forces deployed few days back to protect the public from TMC violence and ridiculed by TMC are now shielding, protecting TMC leaders and workers from that very same public. അതായത് ഇപ്പോൾ കേന്ദ്രസേനയുടെ പണി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും TMC നേതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കുമാർ വെറുത്തുപോയി എന്നുള്ളതാണ്, TMC നേതാക്കളെ വെറുത്തുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അസാൻസോളിലെ ക്ഷേത്രം തുറന്നു, TMC നേതാക്കളെ മുഴുവൻ പഞ്ഞി കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഗുണ്ടകളെല്ലാം ഓട്ടിച്ചിട്ടടിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ബംഗ്ലാദേശിൽ വലിയ വലിയ സാഹചര്യങ്ങളും സംഭവങ്ങളുമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. BJP വർക്കേഴ്സ് മസ്ജിദ് പാറ റോഡിൻ്റെ പേര് നേതാജി റോഡെന്ന് മാറ്റുന്നു. അതിനിടയിൽ അജയ് പാൽ ശർമ്മ, അതായത് അജയ് പാൽ ശർമ്മയാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന് പറയാം. നമുക്കറിയാം അജയ് പാൽ ശർമ്മ വെസ്റ്റ് ബംഗാളിൽ യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അജയ് പാൽ ശർമ്മ എന്ന് പറയുന്നത്. DGP ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അജയ് പാൽ ശർമ്മ ഇനി 5 കൊല്ലം അവിടെ കിടന്നാൽ മതി, വെസ്റ്റ് ബംഗാളിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞൊരു ഉത്തരവ് തയ്യാറായതായിട്ടുള്ളൊരു സൂചന മണത്തറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, വെസ്റ്റ് ബംഗാൾ 5 കൊല്ലം കൊണ്ട് അങ്ങേര് ക്ലീൻ ആക്കി എടുക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. വെസ്റ്റ് ബംഗാളിൽ നിന്ന്
ബംഗ്ലാദേശികൾ പലായനം ചെയ്തു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെ നിന്ന് പലായനം ചെയ്തു പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത 45 ദിവസത്തിനകം ബംഗ്ലാദേശ് അതിർത്തി സമ്പൂർണ്ണമായി ഫെൻസ് ചെയ്ത് അതിനകത്ത് കറണ്ട് കടത്തി വിടുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പുറത്തിരുന്ന് കഴിഞ്ഞാൽ അടിപ്പാഴ്സലാണ്. അതുകൊണ്ട് അപ്പുറത്ത് ചാടി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം എന്നുള്ളതുകൊണ്ട് അവിടെ നിന്നും പലായനം തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പം ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. ബംഗാളിൽ ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ സുവേന്ദു അധികാരി ഒരു പ്രസ്താവന നടത്തി. സുവേന്ദു അധികാരി നമുക്കറിയാം, നേരത്തെ സുവേന്ദു അധികാരി ഈ നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് ഉണ്ടല്ലോ, അതായത് എല്ലാവർക്കും വികസനം എല്ലാവരുടെയും കൂടെ എന്നുള്ളത് സുവേന്ദു അധികാരി അത് ചോദ്യം ചെയ്തു നരേന്ദ്രമോദിയുടെ. ചോദ്യം ചെയ്തിട്ട് സുവേന്ദു അധികാരി ചോദിച്ചാൽ അതെന്തിനാണ് എല്ലാവർക്കും വികസനം, എല്ലാവർക്കും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സുവേന്ദു അധികാരിയുടെ ഒരു വിമത സ്വരം അവിടെ നിന്ന് ഉയർന്നു. പക്ഷേ അമിത്ഷാ അതിനെ അടിച്ചൊതുക്കി. കാരണം മോദി ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ സുവേന്ദു അധികാരി ബംഗാളിൽ ജയിച്ചപ്പോൾ സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് എനിക്ക് വോട്ട് ചെയ്തതെല്ലാം ഹിന്ദുക്കളാണ്, മുസ്ലിംസ് ആരും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കും വികസനം നടത്തുന്നത് എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് ഇവിടെ വലിയ വാർത്തയാക്കുന്നുണ്ട്. നേരത്തെ അവിടെ ഹിന്ദുക്കളുടെ തലവെട്ടി ഫുട്ബോൾ കളിച്ചതൊന്നും ഇവന്മാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ബംഗാളിലെ സ്ഥിതിഗതികൾ മമതാ ബാനർജി രാജിവെക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പം ശരി.